ഇതിൽ മത്തായി 5, 6, 7 ഒക്കെ വെറുതെ വേദോസിൽ എഴുതി വെച്ചെന്നുള്ളതേ ഉള്ളൂ. നിന്നെ കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറയാൻ വേണ്ടിയാണ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ജീവിക്കണമെന്നാണ്. ഹല്ലേലൂയ. ജീവിക്കാൻ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് കഴിയത്തില്ല. നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന വചനം എന്നെ രൂപാന്തരപ്പെടുത്തുന്നു. എന്റെ പെർസ്പെക്റ്റീവ് മാറ്റിമറിക്കുന്നു. എന്റെ കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, തിരിച്ചു വെക്കുകയാണ്. ഇന്നലെ വരെ ഞാൻ ഓടിയ വഴിയല്ല ഞാനിപ്പോ നടക്കുന്നത്. എന്നെ വചനം എന്ത് ചെയ്തു? തിരിച്ചു വെച്ചു, രൂപാന്തരപ്പെടുത്തി. കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്. 9-ാമത്തെ വാക്യം, അറിയാതെ ഒരാള് ക്രൂശ് എടുക്കാൻ തുടങ്ങുന്നു. പറയുന്ന വാക്ക് ഇവിടെ വചനം പറയുന്ന വാക്ക് അവിടെ ഉപയോഗിച്ചു. ചുമ്മാ ചാടിക്കേറി ഏറ്റെടുക്കാൻ അങ്ങനെ കാര്യമൊന്നുമില്ല. എന്താണ് എനിക്കത് ചെയ്യാൻ കഴിയുമല്ലോ നോക്കണമെന്ന് കർത്താവ് തന്നെ പറഞ്ഞു. പക്ഷെ കർത്താവ് പറഞ്ഞ വാക്കിനെ വളരെ ഭൗതികമായ ആളുകൾ എടുക്കുന്നത് പലപ്പോഴും എനിക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ട്. ഞാൻ മിഷൻ ആക്ടിവിറ്റീസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് വലിയ ത്യാഗമൊന്നും അതിന്റെ ഒന്നാമത്തെ കാരണം നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതായിട്ട് ആലോചിച്ച് നോക്കുമ്പോഴാണ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്തോ ചെയ്യാനാണ് ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കും, എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. അതിനല്ല, ഭയം വേണമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ചിലർക്ക് ദൈവഭയമില്ല, അങ്ങനെയുള്ളവരും ഉണ്ട് കേട്ടോ. അങ്ങനെ ദൈവഭയം വേണം, ഭയം വേണ്ടെന്നല്ല. റെവറൻസ് വേണം. ഞാനത് സാധാരണ പറയാറുണ്ട്, സ്നേഹത്തിൽ നിന്നുള്ള ഭയം, അത് പേടിയല്ല, റെവറൻസ്. എന്നാൽ എന്റെ ശക്തി കൊണ്ടല്ല ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും അനുസരിക്കത്തക്ക രീതിയിൽ ശക്തിയുള്ള ആരാണ്. അങ്ങനെ സ്വന്തം ശക്തി കൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല. നമ്മളെ ശക്തീകരിക്കുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട്. അത് ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ്. എന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് പോകുന്നത് ഒരു പേടിയും ഇല്ലാത്ത. ഞാൻ അബ്രഹാമിന്റെ കാര്യം ചിലപ്പോൾ ആലോചിക്കും. അബ്രഹാമിന്റെ അടുക്കൽ ദൂതന്മാര് വന്നു, യഹോവയും വന്നു. അവനോട് പറഞ്ഞു, അടുത്ത വർഷം നിനക്ക് കുഞ്ഞുണ്ടാകും എന്നൊക്കെ പറഞ്ഞു. എല്ലാം വലിയ സന്തോഷമായി. അങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ഇപ്പൊ പോകുന്നത് സോദോമിലേക്കാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ വായിക്കാൻ പറ്റും. കാണുന്ന ഒരു കാര്യം, സോദോമിലേക്ക് പോയി അതിനെ ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ് എന്ന് കർത്താവ് പെട്ടെന്ന് പറയുകയാണ്. ഭയങ്കര സങ്കടമായി. സോദോം നശിക്കുന്നതിന് സോദോം അവന്മാരല്ലെങ്കിലും വളരെ മോശക്കാരൻ, അവന്മാർ പോട്ടെ എന്ന് പറയുന്നവനല്ല അബ്രഹാമിന്. തീർച്ചയായും ജനങ്ങളോടുള്ള സ്നേഹമുണ്ട്. അവന്റെ സഹോദരനായ ലോത്തും അവിടെ ഉണ്ട്. ലോത്തുണ്ടെന്നുള്ളത് മാത്രമല്ല, ഒരു ജനതയെ മുഴുവൻ ദൈവം നശിപ്പിക്കുന്നത് ദൈവത്തിന്റെ നീതിയായിരിക്കും. പക്ഷെ വേറെ നശിക്കുന്നതിനകത്ത് നമുക്ക് സങ്കടമുണ്ട്. അബ്രഹാമിന് ഭയങ്കര സങ്കടം. അബ്രഹാം ഇന്ന് ദൈവത്തോട് ചോദിച്ചു, ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ അതിനെ രക്ഷിക്കത്തില്ലേ? ഇല്ല, 50 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ തമാശക്ക് പറയാറുണ്ട്. ചിലപ്പോ അബ്രഹാം ലഭിച്ചു കാണും, ലോത്ത് അങ്ങോട്ട് പോയി 50 പേരെയെങ്കിലും നേടി കാണും. അവൻ നീതിമാനായ ലോത്ത് എന്നാ പറയുന്നത്. ലോത്തല്ലേ ഒരിക്കലും ചിലപ്പോ 50 പേരെ നേടാൻ പറ്റിയില്ലെങ്കിലോ 5 പേര് പറഞ്ഞാലും ചോദിച്ചാലും അങ്ങനെ ചോദിക്കാനുള്ള ആഗ്രഹത്തോടെ അബ്രഹാം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കർത്താവേ ക്ഷമിക്കണമേ, ഞാൻ നിന്റെ സന്നിധിയിൽ നിൽക്കാൻ തയ്യാറായി. അതുകൊണ്ട് തന്നെ അതാണ് ഭയം. ആ ഭയം എന്ന് പറയുന്നത് പേടിയല്ല, ആലോചിച്ചില്ല. അപ്പോൾ ഇവിടെ കർത്താവ് പറഞ്ഞത് എനിക്ക് നിങ്ങളുടെ സന്നിധി നിൽക്കാനുള്ള യോഗ്യതയൊന്നുമില്ല. ആരാ പറയുന്നത്? ദൈവത്തിന്റെ സ്നേഹിതൻ. ഇത് തന്നെയല്ല, 1/2 മണിക്കൂർ മുമ്പേ അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചത്. അത്രയും ക്ലോസ് ആയ ആ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും അവനൊരു ബോധ്യമുണ്ട്, ഞാൻ പൊടിയും വെണ്ണീറും ആണെന്ന്. ഭക്തി വേണം, ഭയമില്ലാത്തൊരവസ്ഥയല്ല, പക്ഷെ പേടിയല്ല വേണ്ടത്, ഭക്തി വേണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഭക്തിയാണ് നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നത് തിരിച്ചറിയണം. നിർമ്മലമായത് അത് നിലനിൽക്കുന്നു. ഭക്തിയുള്ളവൻ പാപം ചെയ്യാൻ പോകത്തില്ല. അവന് ശരിക്കും ആ സ്നേഹം കൊണ്ടാണ്. ബാംഗ്ലൂരിൽ എഞ്ചിനീയറിംഗിന് പഠിക്കാൻ പോയ പയ്യന്റെ സ്റ്റോറി. 18 വയസ്സ്. അപ്പൊ അവന്റെ ബർത്ത്ഡേ, അവന്റെ കൂട്ടുകാരെല്ലാം കൂടെ
അങ്ങനെ തന്നെ നിങ്ങളുടെ ആരെങ്കിലും തനിക്കുള്ളത് പിരിയുന്നില്ല എങ്കിൽ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. യേശുവിനെ അനുഗമിക്കണമെങ്കിൽ അവൻ കോസ്റ്റ് കൊടുത്തേ പറ്റുള്ളൂ. ഇതേ അധ്യായത്തിൽ കർത്താവ് ഇതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ഒരു പാസേജ് തുടങ്ങുന്നത് വലിയ ഒരു അധ്യായമല്ല. പലപ്പോഴും ഒരു പാസേജ് തുടങ്ങുന്നത് ഒരു പാസേജ് തുടങ്ങുന്നത് ഞാൻ ഒരു കാര്യം വേദനിപ്പിക്കുമെന്ന് ഞാൻ പാസേജ് തല്ലുവെന്നുള്ള പേടിയൊന്നല്ല അവൻ പറയുന്നത്. എന്റെ അപ്പനെ ചാപ്റ്റർ 25 നമ്മൾ കാണുന്നത് ഏറിയ പുരുഷാരം അവനോട് കൂടെ പോകും. എന്റെ ദൈവത്തെ തിരിഞ്ഞ് ഞാൻ അവരോട് പറഞ്ഞത് എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും അത് സ്നേഹത്തിൽ നിന്നുള്ളതാണ്. ഞാൻ പകയ്ക്കാതിരിക്കുന്നവനെ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. എപ്പോഴാണ് ദേശം പറയുന്നത് ചോദിച്ചാൽ ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ നരകത്തെ പേടിച്ച് പിന്നാലെ ചുമ്മാ വരാനൊന്നും അവന് ഉപേക്ഷിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ ഭയങ്കര നമുക്ക് ആലോചിക്കാൻ പറ്റും. അവൻ അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. അവൻ തന്നെത്താൻ ത്യജിച്ച തന്റെ ക്രൂശ് എടുത്ത് കൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ. അതായത് എന്റെ പുറകെ വരാനുള്ള യോഗ്യതയില്ലെന്നാ പറയുന്നത്. അതിന്റെ എല്ലാം ശരിക്കും പറയുന്നത് അപ്പുറത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ യേശു മനോഭാവം അങ്ങനെയുള്ള മനോഭാവം തമ്മിലുള്ള വലിയ ഡിഫറൻസ് ഇവിടെ നമ്മൾ വായിക്കുന്നു. ഏറിയ പുരുഷാരം വലിയ ജനക്കൂട്ടം നമ്മുടെ മെസ്സേജിനെ കേൾക്കാൻ വേണ്ടിയൊക്കെ സ്നേഹത്തിൽ നിന്നുള്ള ഒരിക്കലും ഉതിർന്നു പോവുകയില്ല. പേടിയിൽ നിന്നുള്ളതൊക്കെ ചിലപ്പോൾ മാറിപ്പോയി, മോഹത്തിൽ നിന്നുള്ളത് മാറിപ്പോയി, എന്നാൽ സ്നേഹത്തിൽ നിന്നുള്ള അലർജി ആയിരുന്നു എനിക്ക് ഉതിർന്നു പോകയില്ല. പിന്നാലെ ഏറിയ പുരുഷാരത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ യേശുവിന് ഒരു വലിയ അസ്വസ്ഥത. എന്താണ്? യുവമാരല്ല എന്റെ പുറകെ വരുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാതെ യേശുവിനെ സ്നേഹിച്ചു, അത് മാത്രം മതി. കാര്യങ്ങൾ മനസ്സിലാക്കി 1000 പേര് വന്നാലും ഞാൻ സ്വർഗ്ഗത്തിൽ പോകും, എനിക്കതറിയാം. ഞാൻ നരകത്തിൽ പോകത്തില്ല, അതും എനിക്കറിയാം. പക്ഷെ അതൊന്നും ചിന്തിച്ചല്ല ഞാൻ യേശുവിന്റെ പിന്നാലെ പോകുന്നത്. എന്റെ യേശുവിനെ സ്നേഹിക്കുന്നു. എനിക്ക് യേശുവാണ് പ്രധാനം, എനിക്ക് സ്വർഗവും അല്ല പ്രധാനം. സ്വർഗം 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 സ്വർഗത്തിൽ പോകണമെന്ന് പറഞ്ഞ കാര്യം. പക്ഷെ ആദ്യമൊക്കെ ചിലപ്പം സ്വർഗത്തിൽ പോകണമെന്നുള്ള ചിന്തയിലായിരിക്കും കടന്നതൊക്കെ വന്നതൊക്കെ. പക്ഷെ ഇന്നിപ്പോ എനിക്ക് സ്വർഗവും അല്ല വിഷയം. സ്വർഗത്തിൽ ചെന്നാൽ എനിക്ക് അങ്ങനെ തങ്കത്തെരുവതിയിലൂടെ എനിക്ക് അതൊന്നും അല്ല. എനിക്ക് എന്റെ യേശുവിനെ കാണാൻ, ഞാൻ സ്വർഗത്തിൽ പോകുന്നത് യേശുവിനെ കാണാനാണ്. ഇവിടെയും കാണുന്നുണ്ട്, അവിടെ ചെന്ന് യേശുവിന്റെ കൂടെ ജീവിക്കാനാണ്. അതാണ് ഭക്തി എന്ന് പറയുന്നത്. നിങ്ങൾ പോകുന്ന ആഫ്രിക്കയിൽ പോലും ഇതുപോലെയുള്ള മാസ് കൺവേർഷൻ നടന്നതുകൊണ്ടല്ലേ ഈ കാര്യങ്ങൾ 3000 പേര് പത്രോസിന്റെ കാലയളവിൽ ഒരുമിച്ചില്ല ഒരുമിച്ച് വന്ന് സ്ഥാനപ്പെട്ടില്ല. പിന്നെ നിങ്ങൾ അവസരം നിലനിൽക്കുന്നു. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിധികൾ സത്യമായവ. പക്ഷേ 3000 പേര് പെന്തക്കോസ്ത് വന്നപ്പോൾ പത്രോസ് അവരോട് പറഞ്ഞറിയാമോ, എല്ലാവരും കൂടി നിങ്ങൾ ഓരോരുത്തൻ നിങ്ങളുടെ കർത്താവിന്റെ ജഡ്ജ്മെന്റ് ഒരിക്കലും ഒരു ബയസ്ഡ് ഒന്നുമല്ല. അവനൊരു അബദ്ധവും പറ്റത്തില്ല. അവൻ കരുണ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അവന്റെ വിധികൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കർത്താവ് നീ അത് ചെയ്തത് ശരിയായി എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം അങ്ങനെ ഒന്ന് ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല. അവന്റെ വിധികൾ അവന്റെ വിധി കൃപയിൽ അനുഗമിക്കുന്നതിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിന് കൊടുക്കേണ്ട വില മനസ്സിലാക്കിക്കൊണ്ട് വേണം യേശുവിന്റെ പിന്നാലെ പോകുവാൻ എന്നാണ് വിധികൾ സത്യമായവ. കൂടുതൽ ആളുകൾ വരുന്നതിന് എനിക്ക് സങ്കടമൊന്നുമില്ല. എന്തൊന്നും സങ്കടം? യേശുവിന്റെ പ്രശ്നം അതാണ്. യേശുവിന്റെ പിന്നാലെ വലിയ പുരുഷാരം വന്നു കഴിഞ്ഞപ്പോൾ യേശുവിന്റെ ചിന്ത ഇവന്മാർ വല്ലതും മനസ്സിലാക്കിയിട്ടാണോ വന്നത്? ഇതാണ് ചോദ്യം. ഇന്നും ആളുകൾ രക്ഷിക്കപ്പെടുന്നത് വല്ലതും മനസ്സിലാക്കിക്കൊണ്ടാണോ? അവരെ എല്ലാം സോപ്പിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത് വരുന്നവരാരും തിരിച്ചു പോകുന്നത് എപ്പോഴും. അതുകൊണ്ടാണ് ഇത്രയും വാക്യങ്ങൾ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അവിടെ യഹോവയുടെ വിധികളെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം 10ാമത്തെ വാക്യം, അവ പൊന്നിലും വളരെ തങ്കത്തിലും തേനിലും തേങ്കട്ടയിലും മധുരമുള്ള അവ പൊന്നിലും വളരെ തങ്കത്തിലും ആളുകളെ എന്റർടൈൻ ചെയ്യാനുള്ള ഒരാളല്ല. ലോകത്തിലെ എല്ലാ സമ്പത്തിനേക്കാളും വലുതാണ്. ലോകത്തിലുള്ള എല്ലാ സമ്പത്തിനേക്കാളും വലുതാണ്. ലോകത്തിൽ എന്തെല്ലാം ഉണ്ടാക്കിയെന്ന് എന്തെല്ലാം കിട്ടിയെന്ന് പറഞ്ഞാൽ അതിനേക്കാളെല്ലാം വലുതാണ് കർത്താവിന്റെ കൽപ്പനകൾ എന്നുള്ളത്.
യഹോവയുടെ ആടാനും പാടാനും ചാടാനും തുള്ളാനും വരുന്ന ആളുകളെ ഒന്നും എന്റർടൈൻ ചെയ്യാൻ യേശു തയ്യാറല്ലായിരുന്നു. He was not ready to entertain those people who wanted to make it a celebration. Of course it is a celebration, but you know, he wanted to see that something is happening inside their heart, in their mind and in their spirit. അവരുടെ മനസ്സിലും ഹൃദയത്തിലും ആത്മാവിലും ഉണ്ടാകുന്ന വ്യതിയാനത്തെ കുറിച്ച് അതിന്റെ ആവശ്യകതയെ കുറിച്ച് കർത്താവ് വളരെയേറെ ബോധവാനാണ്. കർത്താവ് അവരെ എന്റർടൈൻ ചെയ്യാനായിട്ട് വലിയ പുരുഷാരത്തെ എപ്പോഴും പ്രവർത്തിക്കുന്നത് ഒരു മൈനോറിറ്റിയുടെ കൂടെയാണ്. ആ മൈനോറിറ്റിയുടെ ക്വാളിറ്റി ഉള്ള ഒരു മെജോറിറ്റി ഉണ്ടാവുകയാണെങ്കിൽ പക്ഷെ അത് ഒരു കാര്യമുണ്ട്. 1000 പൊൻവെള്ളി നാണ്യങ്ങളെക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമം. പൊൻവെള്ളി നാണയങ്ങൾ ഒറ്റ വാക്ക് പറഞ്ഞു നിർത്തുകയല്ല, 1000 ഇൻറ്റു 1000 എന്ന് കൂട്ടി 1000 പൊൻവെള്ളി നാണ്യങ്ങളെക്കാൾ വലുതാണ് നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം. അങ്ങനെ ആ ഒരു വാല്യൂ നമ്മൾ ദൈവവചനത്തിന് 1000 പൊൻവെള്ളി നാണ്യങ്ങളെക്കാൾ വലുതാണ് എനിക്ക് ദൈവത്തിന്റെ വചനം എന്ന് എനിക്ക് പറയാനായിട്ട് കഴിയും. ഇതുപോലെയുള്ള വചനം ദൈവം എനിക്ക് തന്നല്ലോ, ഞാൻ എത്ര ഭാഗ്യവാനാ. ലോകത്തിൽ എത്രയോ ആളുകൾക്ക് ഇത് ലഭിക്കുന്നില്ല, ആളുകൾ അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. വചനം എനിക്ക് ലഭിച്ചല്ലോ എന്ന് പറഞ്ഞ് വചനത്തിന് വേണ്ടി ദൈവത്തിന് മഹത്വം കരയറ്റുവാൻ സ്തോത്രം ചെയ്യുവാൻ എന്നിട്ട് അവിടെ പറയുന്നത് അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്ക തേനിലും തേൻകട്ടയിലും മധുരമുള്ള. ഈ വചനത്തിന്റെ കാര്യം പറയുന്നത് തേനിലും തേൻകട്ടയിലും മധുരമുള്ള, ടേസ്റ്റിയാണ്, വാല്യുബിൾ ആണ്, ടേസ്റ്റിയാണ്, വലിച്ചു കുടിക്കാൻ തോന്നുന്ന രീതിയിൽ വചനം രുചിയോടെ ഭക്ഷിക്കണം. നമുക്കതിന് കഴിയുന്നുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും വചനത്തെ എന്റെ ബലം മനസ്സിലാക്കി സ്നേഹിക്കണം. നമ്മൾ തുടങ്ങിയ വാക്കിലേക്ക് നമുക്ക് മടങ്ങി വന്നാൽ 19 ന്യായപ്രമാണം തികവുള്ള ന്യായപ്രമാണത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിച്ചതല്ല. തികവുള്ള ന്യായപ്രമാണം, ഇറ്റ് ഈസ് പെർഫെക്റ്റ്. അത് പ്രാണനെ തണുപ്പിക്കുന്നു, എന്നെ റെസ്റ്റോർ ചെയ്യുന്നു. മലയാളം വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു തണുപ്പുണ്ട് എന്ന് പറയുന്നത് അങ്ങനെയല്ല, എന്നെ റെസ്റ്റോർ ചെയ്യും. വചനം വായിക്കുമ്പോൾ നമുക്ക് ആശ്വാസം തോന്നുന്നു, പക്ഷെ റെസ്റ്റോർ ചെയ്യുന്നില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും. വായിക്കുമ്പോഴെല്ലാം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം വായിക്കാൻ. കർത്താവേ എന്നെ രൂപാന്തരപ്പെടുത്തണമേ, എനിക്ക് റിലേഷനിലേക്ക് നയിക്കണം, റിലേഷൻ ഒബീഡിയൻസിലേക്ക് നയിക്കണം. അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ട്. കർത്താവേ ദൈവവചനത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ഇരിക്കുകയാണല്ലോ, നിന്റെ വചനം എത്ര വലുതാണെന്ന് ഞങ്ങൾ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന കർത്താവേ നിന്റെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ രൂപാന്തരപ്പെടുത്തുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാണ്, അത് അല്പബുദ്ധിയെ അൺകൺസേൺഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഞങ്ങൾക്കും ഉണ്ടായിരുന്ന കർത്താവേ, അത് ഞങ്ങളെ ദൈവത്തിന് ജ്ഞാനിയാക്കുന്ന വചനമാണ്. ഒരിക്കലും ഞങ്ങൾ അതിനെ ഗ്രഹിച്ചില്ല, ഞങ്ങൾ അൺകൺസേൺഡ് ആയിരുന്നു. പക്ഷെ ഇനി ഒരിക്കലും അങ്ങനെ ആകുവാൻ ഇടയാക്കരുത് കർത്താവേ. വചനത്തോടുള്ള ആഭിമുഖ്യം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ കർത്താവേ. ഒരു വലിയ ആത്മ അനുഭവം വചനം വായിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കർത്താവെ ദൈവത്തിന് ജ്ഞാനികളാക്കുവാൻ അത് കഴിയണം. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ഞങ്ങളുടെ ഇമോഷൻസിനെയും നീ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് വലിയ വ്യതിയാനത്തെ യഹോവയുടെ കൽപ്പന നിർമ്മലമാണ്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. മാറ്റിമറിക്കുന്നു. ഇന്നലെ ഞങ്ങൾ കാര്യങ്ങൾ കണ്ടതുപോലെ അല്ല ഇന്ന് ഞങ്ങൾ കാണുന്നത്. വചനത്തിലൂടെ ഒരു പുതിയ കാഴ്ചപ്പാട് ഞങ്ങൾക്ക് ഇന്ന് നൽകണമെന്ന് ആലോചിച്ച് നോക്കണം. അതെ കർത്താവേ, പേടിച്ചിട്ടല്ല, നിന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് മുതിർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജഡ്ജ്മെന്റ്സ്, നിന്റെ വിധികൾ ഞങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ട് ചിലപ്പോൾ നിന്റെ വിധികളെ കൃപയിൽ പൊതിഞ്ഞ് ഞങ്ങൾക്ക് തരുന്നതോടെ, എന്നാൽ അതിനായിട്ടും ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നിന്റെ വചനം പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ എന്ന് നിന്റെ വചനത്തിലുണ്ട്. ഞങ്ങളുടെ ലോകത്തിൽ ഏത് സമ്പത്തിനേക്കാളും വലുതാണ് നിന്റെ വചനം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അത് തേനിലും തേൻകട്ടയിലും മാധുര്യമുണ്ട്. അതിനെ രുചിയോടെ ഭക്ഷിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
യേശുവിനെ അടിയനും അവയാൽ അനുഗമിക്കാൻ പ്രബോധനം വരുന്ന ലഭിക്കുന്നു. എവിടെ പോയാലും അവയെ പറയുന്നില്ല. പ്രമാണിക്കുന്നതിനാൽ എന്തോ കിട്ടുമെന്ന് വളരെ ചോദിച്ചാൽ പ്രതിഫലമുണ്ട് നീ എവിടെ പോയാലും എന്നെ വചനം ഞാൻ നിന്നെ പറഞ്ഞു. അനുഗമിക്കും. കർത്താവേ, കർത്താവ് ഇത് ഞങ്ങളുടെ ചോദിക്കുന്ന വാക്കുകളായിട്ട് ഞാൻ ഈ എവിടെയൊക്കെ സങ്കീർത്തനക്കാരന്റെ പോയത് വാക്കുകളെ അതാണ് ഞങ്ങൾ പ്രശ്നം. ഇവിടെ ഇവരെ ഉപയോഗിക്കുന്നു. എവിടെയൊക്കെ യേശുവിനെ അടിയനും കണ്ടിട്ടുണ്ട്. ഞാൻ അവയാൽ കാനാവിലെ കല്യാണത്തിന്റെ സമയത്ത് അവിടെ പ്രബോധനം ഉണ്ടായിരുന്നു. അതെ ഞാൻ കർത്താവേ, വീഞ്ഞൊക്കെ ഈ വിളമ്പി വചനമാണ് ഓക്കേ. അടിയങ്ങളെ അഞ്ചപ്പം കൊണ്ട് രൂപാന്തരപ്പെടുത്തിയത് 5000 പേരെ പോഷിപ്പിച്ചു. എന്ന് ഞാൻ അവിടെ ഞങ്ങൾ ഉണ്ടായിരുന്നല്ലോ. മനസ്സിലാക്കുന്നു. എന്നെ ഹല്ലേലൂയ. 12 അവയെ പന്തിയിൽ പ്രമാണിക്കുന്നവർക്ക് ഇരിക്കുന്നത് വളരെ നീ പ്രതിഫലമുണ്ട്. പിന്നെ കർത്താവേ, നീ എന്നെ ഇവിടെ കണ്ടിട്ടുണ്ട്. അടിയനും ദാസനെ അവയാൽ ഒഴിപ്പിച്ചപ്പോൾ ഞാൻ പ്രബോധനം ഉണ്ടായിരുന്നല്ലോ. ലഭിക്കുന്നു. അടിയങ്ങൾക്കൊക്കെ നല്ല നല്ല അവയാൽ കാര്യങ്ങളാണ് നീ ഇതുവരെ പ്രബോധനം കണ്ടത്. ലഭിക്കുന്നു. പക്ഷെ ഇനി അതെ ഞാൻ എങ്ങോട്ടാ കർത്താവേ, പോകുന്നതെന്ന് ആ അറിയാമോ? വചനത്തിന്റെ കുറുനരികൾക്ക് പ്രബോധനം കുഴിയും അനുഭവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം. ആകാശത്തിലെ പറവുകൾക്ക് അവിടുത്തെ വീട് കൃപകൾ കുറുനരി കൊണ്ട് ഞങ്ങളെ കുഴിയുമുണ്ട്. പക്ഷേ നിറച്ചാട്ടെ. മനുഷ്യപുത്രന് തലചായ്ക്കുവാൻ വചനത്തെ ഞങ്ങളെ ഇടമില്ല. നിലനിർത്തിക്കാട്ടെ. He is വചനത്തെ revealing സ്നേഹിക്കുവാൻ the ഞങ്ങളെ great പഠിപ്പിച്ചാട്ടെ. truth that he is going to കർത്താവേ, crucify. റെവലേഷൻ ഞങ്ങൾക്ക് ക്രൂശിലേക്കാണ് ഞാൻ നൽകണമേ. പോകുന്നത് എന്ന് റിലേഷൻ പറഞ്ഞു നൽകണമേ. കേട്ടപ്പോൾ ഒബീഡിയൻസിനുള്ള ഇതിന്റെ ശക്തി പൊടി നൽകണമേ. ഒരു യേശുവിന്റെ കണക്കിന് ഞാൻ അവനെ നാമത്തിൽ അപ്രീഷിയേറ്റ് തന്നെ. ചെയ്യുന്നു. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഇതെടുക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായപ്പോൾ ഇട്ടേച്ചു പോയത്. നമ്മൾ മിക്ക ആളുകളുടെയും പ്രശ്നം ഇതെടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ഒന്ന് പരിശ്രമിച്ച് നോക്കാവുന്ന. അതുകൊണ്ടാണ് പലപ്പോഴും 14-ാം അധ്യായം നമ്മൾ വായിക്കുന്നത് എന്താണ്, ഉപ്പ് നല്ലത് തന്നെ, പക്ഷേ ഉപ്പ് കാരമില്ലാതെ പോയാൽ ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി മാറിയതിന്റെ കാര്യം എന്താണ്? We fail to count the cost.